എന്നെ ഉടൻ തട്ടും. അമ്പലപ്പുഴ MLA-യും മുൻ CPI നേതാവുമായ ജി സുധാകരനും CPM-ന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വവും തമ്മിൽ ഓരോ ദിവസം കഴിയുന്തോറും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിന് വരുന്നതിന് മുൻപായി നേരത്തെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധനയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം. 2-3 ദിവസം മുൻപ് അമ്പലപ്പുഴയ്ക്കടുത്തുള്ള നീർക്കുന്നം സ്കൂളിൽ ഒരു വെള്ളക്കെട്ടുണ്ടായി. ആ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ MLA ആയിട്ടുള്ള ജി സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം അവിടെ എത്തി. ആ സമയത്ത് മുൻ MLA ആയിട്ടുള്ള H സലാമിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ പ്രശാന്ത് കുട്ടിയും അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരിസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജി സുധാകരനും പഴയ സഖാക്കളായിട്ടുള്ള പ്രശാന്ത് കുട്ടിയും ഹാരിസും ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മുഖാമുഖം കണ്ടപ്പോഴേക്കും വലിയ തോതിലെ വാഗ്വാദം ഉണ്ടായി. അതിനിടയിൽ അപ്പുറത്ത് CPM പ്രവർത്തകരും PTA അംഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ പരിക്കേറ്റു, അത് കേസൊക്കെ ആയി അങ്ങനെ പോയി. പിന്നീട് ഈ സംഘർഷം ഒഴിയുന്നില്ല. അതായത് ജി സുധാകരനും CPI-യും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഈ പറഞ്ഞ പ്രശാന്ത് കുട്ടിയും ഹാരിസും ഒരു വശത്ത് നിൽക്കുന്നു, ഒരു വശത്ത് ജി സുധാകരൻ നിൽക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു വഴക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. താങ്കൾക്ക് പറഞ്ഞോട്ടൊക്കെ എന്തുവാണ് ഈ പാർട്ടിക്കാരല്ലേ? താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ അല്ലേ? അല്ലേ? ആ വെളിയിൽ പോയി, അതാ പറഞ്ഞേ, എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി. അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. ഒന്നുമല്ല, നേടുമല്ലോ. പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട, പാർട്ടിയിൽ നിന്ന് നേടി. സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ഒരു 1-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയത്തില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്? സാറേന്നാ വിളിപ്പിച്ചിരുന്നത്. വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. അതൊക്കെയായിരുന്നു. അംഗീകരിക്കും, ജനങ്ങൾ അംഗീകരിച്ചു. അതെ, അപ്പൊ അംഗീകരിച്ചു. അപ്പൊ മാറ്റം എല്ലാവർക്കും അംഗീകരിക്കുന്നല്ലേ പറഞ്ഞത്? അതെ 29,000 ഉപയോഗിക്കല്ലോ. കുഞ്ഞാലിക്കുട്ടി 1,80,000 അങ്ങനെ അല്ല, ഭൂരിപക്ഷത്തിൽ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത്. ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 കൊണ്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. അത് ആരും പറഞ്ഞിട്ടില്ല. ആരും വേണ്ട, ഞങ്ങൾക്ക് നേരിട്ട് വന്നത്. അതാണ് പ്രശ്നം. അവിടുത്തെ പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ തോറ്റുപോയെന്ന്. എല്ലാ തവണയും ജയിച്ചല്ലേ വന്ന് MLA ആയിരുന്നു, മന്ത്രി ആയിരുന്നു. അതല്ല, എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത്. അതാണ് കറക്റ്റ്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ ആ പ്രസ്ഥാനം തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊന്നായിട്ട് വന്നത്. ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു. അത്രേ ഉള്ളൂ. ഈ വഴക്ക് അമ്പലപ്പുഴ പോലീസ് ഇടപെട്ടാണ് ഒരുമാതിരി ഒതുക്കിയത്. PTA ഭാരവാഹികളും ഒക്കെ തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടായ ആ കേസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI-യും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആർ നാസർ പറഞ്ഞ 2 കാര്യങ്ങളാണ്. അദ്ദേഹം ജി സുധാകരന് എതിരായിട്ട് നടന്നിട്ടുള്ള ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, സുധാകരന് അനുകൂലമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാണ് പോലീസ് പോകുന്നതെങ്കിൽ പോലീസിനെ കൈകാര്യം ചെയ്യും. 2, ജി സുധാകരൻ ഈ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, അതായത് തെറ്റായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ജി സുധാകരനെ ജനം കയ്യേറ്റം ചെയ്യും. അതായത് ജനം എന്ന് പറയുന്നത് അറിയാമല്ലോ, CPM പ്രവർത്തകരാണ് ജനം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കയ്യേറ്റത്തെ കുറിച്ചാണ് ആർ നാസർ പറയുന്നത്. ഒന്ന്, പോലീസിനെ കൈകാര്യം ചെയ്യും, മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ പോലീസിനെ കൈകാര്യം ചെയ്യും. അതായത് ജി സുധാകരൻ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലീസിനെ കൈകാര്യം ചെയ്യും. ജി സുധാകരൻ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ജി സുധാകരനെയും കയ്യേറ്റം ചെയ്യും. ആർ നാസർ പറയുന്ന ഒരു കാര്യം, ഈ നീർക്കുന്നം സ്കൂളിൽ വെള്ളക്കെട്ടുണ്ടായി. അതവിടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പണിയുടെ ഭാഗമായിട്ടാണ് ആ വെള്ളക്കെട്ടുണ്ടായത്. അങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ MLA അവിടെ നേരിട്ട് പോകാൻ പാടില്ല,
മറിച്ച് MLA ചെയ്യേണ്ടിരുന്നത് അവിടുത്തെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായും സ്കൂൾ അധികൃതരുമായും ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടിരുന്നത്. അല്ലാതെ നേരിട്ട് വന്നത് പ്രകോപനം ഉണ്ടാക്കാനാണ് എന്നാണ് R. നാസർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഈ G. സുധാകരനെ അനുകൂലിക്കുന്ന പോലീസുകാരെയും വേണ്ടി വന്നാൽ ഇത്തരത്തിൽ തെറ്റായ നടപടികളിലൂടെ പോകുന്ന G. സുധാകരനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് R. നാസർ പറഞ്ഞത്. G. സുധാകരന്റെ ഓഫീസിലേക്ക് CPIM സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ സെക്രട്ടറി. ഒരു ഗവൺമെന്റ് UP സ്കൂളിൽ അവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോകുന്നു എന്ന് ആരോ വിളിച്ച് പറയുന്നു. അങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇയാൾ നേരിട്ട് പോവുകയാണ്, നേരിട്ട് അവിടെ പോയിട്ട് ബന്ധപ്പെടുകയാണോ ചെയ്യുന്നത്? അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ആരെങ്കിലും അവിടെ സെക്രട്ടറിയെ വിളിച്ചല്ല, പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചിട്ട് ആരായണ്ടേ എങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? അവിടെ സ്കൂളിൽ ഇപ്പം നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇരു സൈഡുകളിലും വെള്ളക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വെള്ളക്കെട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ സ്കൂളിനകത്തും വെള്ളം കയറുന്നത്. ആ ഒരു സാഹചര്യം വന്ന സാഹചര്യപ്പോഴാണ് അവിടെ അത് പൊളിച്ച് മാറ്റിയിട്ട് വേറെ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ അവർ തീരുമാനിച്ചത്. PTA എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആരാ മണ്ണെടുത്തുകൊണ്ട് പോയാൽ? ആരെങ്കിലും അനധികൃതമായി മണ്ണെടുത്തുകൊണ്ട് പോയോ? അങ്ങനെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ കോൺഗ്രസ്സുകാരെ വിളിച്ചുകൊണ്ട് നേരെ അവിടെ ചെല്ലുക. ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ PTA ആൾക്കാരെ മറ്റുള്ള കൂടുമല്ലോ. അവർ കൂടുമ്പോൾ അവരോട് തട്ടിക്കയറുകയാണ്. ആ തട്ടിക്കയറിന്റെ ഫലമായിട്ടല്ലേ CPM-ന്റെ പ്രവർത്തകർ അവിടെ ചെന്നവരെ കോൺഗ്രസ്സുകാർ തല്ലി. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ലേ തല്ലുന്നത്? ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തല്ലിയെന്ന് മാത്രമല്ല, കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. കള്ളക്കേസെടുത്ത് പ്രശാന്ത് കുട്ടിയുടെ പേര് കള്ളക്കേസെടുത്ത് ആയിക്കോട്ടെ, അയാൾ CPM ആണല്ലോ, CPM ആയിക്കോട്ടെ, പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അയാളെ തല്ലാൻ വന്നവനെ അയാൾ തല്ലിയിട്ടുണ്ടാകും, ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെയാണല്ലോ കമ്മ്യൂണിറ്റി തല്ലാൻ വന്നു കഴിഞ്ഞാൽ തല്ലി കൊണ്ടുകൊണ്ട് പോരുമല്ലോ, തല്ലിക്കൊണ്ടു തിരിച്ചു തല്ലി കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അവിടുത്തെ പാവപ്പെട്ട ടീച്ചർമാർ, അവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ടീച്ചർമാരെ, ആ ടീച്ചർമാരെ ഇയാൾ വിളിച്ചു പറഞ്ഞിട്ട് കള്ളക്കേസ് പിടിക്കുക. എന്ത് മര്യാദകളാണ്? അവിടെ പഠിപ്പിക്കാൻ വന്ന 2 അധ്യാപകർ, അവരിനകത്ത് വല്ല പങ്കുണ്ടോ? അവരിനകത്ത് എന്തെങ്കിലും ഭാഗമായി നിന്നിട്ടുണ്ടോ? അവർ ഈ സംഭവം കണ്ടപ്പോൾ അവരെ ഓടി വന്ന് ക്ലാസ്സിൽ ട്യൂഷനുള്ളവർ അവര് പ്രശ്നം ഓടി വന്നു. അതല്ലാണ്ട് അവരെന്താ ചെയ്തത്? അവര് 2 പേരും പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസെടുത്തിരിക്കുക. ജാമ്യം കിട്ടാത്ത വകുപ്പ്. നമ്മുടെ പോലീസുകാരെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ പറയും, ഇത് മര്യാദ പണി കാണിക്കരുത്. MLA അല്ലെ ആര് പറഞ്ഞാലും ശരി, ഇതുവരെയുള്ള ആൾക്കാരുടെ പേരിൽ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാണല്ലോ, കള്ളക്കേസ് എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, കൈകാര്യം ചെയ്യും, ഉറപ്പാണ്. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. അവിടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ വിരോധം വെച്ചോണ്ട് PTA പ്രസിഡന്റ് നിങ്ങൾ എടുത്തോ കേസെടുത്ത്. അവിടുത്തെ അധ്യാപകരുടെ പേര് എന്തിനാ കേസെടുക്കുന്നത്? ഈ രൂപത്തിൽ ഇതാണ് ഒരു MLA-യുടെ പണി? ഇങ്ങനെയാണോ ഒരു MLA പ്രവർത്തിക്കുന്നത്? നേരത്തെ ഒരുപാട് MLA-മാരെ കണ്ടു. ഇങ്ങനെ തന്നെ MLA ആയിട്ട് പ്രവർത്തിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇന്നില്ലല്ലോ. ഇപ്പോഴെന്തായി സംഭവിച്ചേ? അപ്പൊ UDF-ന്റെ ആളായി മാറുക, UDF-ഉം BJP-യുടെ ആളായി മാറി അവർക്ക് വേണ്ടിയിട്ട് എന്ത് വിടുപണിയും ചെയ്യുക. അവരെയും കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നത്. അവിടുത്തെ കോൺഗ്രസ്സുകാരൻ ഇയാളുടെ മുന്നിൽ വെച്ചിട്ട് ഈ CPM പ്രവർത്തകരെ കൈപൊക്കിയെന്ന് പറഞ്ഞാൽ, കൈപൊക്കിയവന്റെ വിവരം എന്താണെന്ന് അവനെ ശരി കിട്ടിയിട്ടുണ്ട്, സംഗതിയായിട്ടുണ്ട്. പക്ഷെ അതല്ല, അങ്ങനെ മുക്കാവോ? ഇയാൾ കൊണ്ടുപോയ ആളല്ലേ, ഇയാൾ അവിടെ വെച്ചാൽ തടയണ്ടേ, തടസ്സപ്പെടുത്തണ്ടേ? എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് എന്താ, നമ്മുടെ CPM-കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇയാൾ അവിടെ ചെന്നുകൊണ്ടാണല്ലോ ഇവർ വന്നത്. ഇയാൾ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ടല്ലേ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ മറ്റുള്ളവരെല്ലാം അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴല്ലേ വളരെ മോശപ്പെട്ട രൂപത്തിൽ അവരോട് പെരുമാറുന്നത്. ഇങ്ങനെയാണോ പെരുമാറുന്നത്? അങ്ങനെ പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിലല്ലേ ചോദ്യം പറച്ചിലുണ്ടാകുന്നു, തർക്കം ഉണ്ടാകുന്നു, ഇത് ചെയ്യുന്നത്. ഇങ്ങനെ തർക്കം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് MLA-യുടെ പണി? ആണോ ഇത് ചെയ്യേണ്ടത്? MLA-യുടെ പണി ഇതാണോ? അപ്പൊ CPM-നെ തള്ളിപ്പറഞ്ഞ്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെയും തള്ളിപ്പറഞ്ഞ് അപ്പുറത്ത് പോയി UDF-ന്റെയും BJP-യുടെയും ഒക്കെ വോട്ട് നേടി വിജയിച്ച് MLA ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തുവാകാമെന്നാണ്? തോന്നിവാസമാകാമെന്നാണ്? അത് ശരിയാകില്ല. അവരുടെ എല്ലാം തന്നെ അംഗീകാരം മേടിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവന്റെ വരെ CPM-ന്റെ പേരെ എന്തിനാ തട്ടിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? CPM-ന്റെ മുഴുവൻ നേതാക്കന്മാർ മോശക്കാര്, അവരെല്ലാം വലിയ കുഴപ്പക്കാര്. അദ്ദേഹം നടത്തുന്ന ഏത് കാര്യത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുകയാണ് CPM-ന്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ. അല്ലേ? ഇയാൾ വർഗവഞ്ചകനാണ് എന്നുള്ളത് ആർക്കാണ് അറിയപ്പെടുന്നത്? ഇങ്ങനെ പണി ചെയ്യുന്നവരല്ലേ വർഗവഞ്ചകൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി
ഒരു വർഗത്തിന്റെ ഭാഗമായി നിന്ന് വർഗപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആള് ആ വർഗപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് വർഗവഞ്ചകരായിട്ടുള്ളവരുടെ കൂടാരത്തിൽ പോയി ചേർന്ന് അവരുമായി ചേർന്ന് വർഗപ്രസ്ഥാനത്തിനെതിരായി മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളിനെയല്ലേ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നത്? ഇയാൾ യഥാർത്ഥ വർഗവഞ്ചകനല്ലേ? ആ വർഗവഞ്ചകന് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത്? പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഗോവിന്ദൻ മാഷെ കുറിച്ച് എന്താ പറയുന്നത്? ഇയാൾ ആരാണ് ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പറയാം? ഇതൊരു ദൗർബല്യമായി കാണരുത്, ദൗർബല്യമായി കാണരുത്. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാർ നടന്ന ഈ അമ്പലപ്പുഴയുടെ പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴ MLA ആണ് എന്തോന്നൊന്നും ആരും നോക്കത്തില്ല. അവര് ആൾക്കാർ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല. എന്നാൽ നാസറിന്റെ പ്രസംഗത്തോട് സുധാകരൻ പ്രതികരിച്ചു. തന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാസറിനാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഇനി ആരെങ്കിലും എന്റെ നേരെ കൈ കൊണ്ടുപോയാൽ അതിന്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ എന്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 28,000 തോറ്റു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്നും 100% ഒറ്റപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ജനങ്ങൾ വളരെ കുറവാണ്. അതൊന്നും മനസ്സിലാക്കാനോ വിലയിരുത്താനോ നഷ്ടപ്പെട്ട ജനപിന്തുണ കൊണ്ടുവരാനോ ഉള്ള ബൗദ്ധികമായ കഴിവോ കായികമായ ക്ഷമതയോ ഈ ജില്ലാ സെക്രട്ടറിയോ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ ഇല്ല. ഞാൻ പ്രസംഗിച്ച കേട്ടല്ലോ, പാർലമെന്റിൽ തോറ്റു. ജനമാണല്ലോ തോപ്പിച്ചത്. അസംബ്ലിയിൽ 1 സീറ്റായി UDF-നുണ്ടായിരുന്നു, 6 സീറ്റായി. 8 സീറ്റുണ്ടായിരുന്ന LDF-നെ 3 ആയില്ലേ? അപ്പോൾ ജനം എവിടെ നിൽക്കുന്നു? പിന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയില്ലേ? JMയും സൗമ്യരാജും 2.5 വർഷം വീതം CPM-ൽ ഒരിക്കലും കേൾക്കാതെ പങ്കിട്ടെടുത്തില്ലേ? ഐക്യം പോലും ഇല്ല. 2 പേരും പങ്കിട്ടെടുക്കുക. എവിടെ നിന്ന് കേട്ടിട്ടുണ്ടോ പങ്കിട്ടെടുക്കുന്നെങ്കിൽ? മുനിസിപ്പാലിറ്റി പോയില്ലേ? പോയോ? ബ്ലോക്ക് പഞ്ചായത്ത് 11 ഉണ്ടായിരുന്നു പണ്ട്, 12-ൽ ഇപ്പോൾ വെറും 5. അത് പോയില്ലേ? പഞ്ചായത്ത് കൈനേരി ഒരിക്കലും CPM തോക്കാതെ കൈനേരി പഞ്ചായത്ത് അടക്കം ഭൂരിപക്ഷം പഞ്ചായത്ത് പോയില്ലേ? ഞാൻ വികസനം നടത്തി എൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ തവണ MLA ആയിരുന്ന ആളിൽ 11,000 വോട്ട് ജയിച്ചു. ആ എൻ്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 28,000 തോറ്റു. 11,000 ഞാൻ സഹായിച്ച് ജയിച്ചയാൾ എന്നോട് മത്സരിച്ചപ്പോൾ 28,000 തോറ്റപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാൽ ഞാൻ സഹായിച്ചുകൊണ്ട് മാത്രം ജയിച്ചെന്നല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വസ്തുതയായിരിക്കെ ഈ ജില്ലാ സെക്രട്ടറി എന്ത് കണ്ണുകൊണ്ടായി സംസാരിക്കും? ഏത് ജനമാണ് എന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ? ചെയ്തോ. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ കായികമായിട്ടല്ല. അങ്ങനെ കൈകാര്യം ചെയ്താൽ പക്ഷേ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ലേ? ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ കൊണ്ടുപോയാൽ അതിന് ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ അതിനകത്തുള്ള പ്രൊവോക്കേറ്റർ അതിനെ നിർദ്ദേശിച്ച ആൾ പ്രതിയാവും. ഇത് വല്ലതും അറിയോ? നിയമം വല്ലതും അറിയോ? അപ്പോൾ എല്ലാ അബദ്ധങ്ങളാണ് കാണിക്കുന്നത്. ഈ പോക്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒറ്റ സീറ്റ് കിട്ടില്ല. എഴുതി വെച്ചോ. ഞാൻ ഒരിടത്തും പ്രസംഗിക്കാൻ പോയില്ല ഈ ഇലക്ഷനിൽ അമ്പലപ്പുഴ എന്ന മണ്ഡലത്തിലാണ്. ആകെ ഞാൻ പോയത് ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉൾക്കാണ്. ഞാൻ തോമസിന് വേണ്ടി ഞാൻ പോയി. ഞാൻ ഇവിടെ ഒരു സ്ഥലത്തും ഞാൻ പ്രസംഗിക്കാൻ പോയെങ്കിൽ 3 സീറ്റ് കിട്ടത്തില്ല. ഞാൻ പോയില്ലല്ലോ. ഞാൻ എവിടെയും പോയില്ലല്ലോ ഇതിനായിട്ട് പ്രസംഗിക്കാൻ. ഞാനങ്ങനെ വളരെ ഒതുങ്ങി ഞാൻ എൻ്റേതായി ഇരുന്നപ്പോഴാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുക. പ്രൊവോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പ്രൊവോക്ഡ് ആവത്തില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒറ്റ അസംബ്ലി സീറ്റ് കിട്ടില്ല. ആളുകൾ ഇവിടെ കിട്ടത്തില്ല. കണ്ടോളൂ. ഈ സൗമ്യരാജ് എന്ന് പറയുന്ന ആ സ്ത്രീ പോസ്റ്റ് ഇട്ട് എനിക്കെതിരായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നില്ലേ? ആ സ്ഥാനം എങ്ങനെ പോയി? അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് കൈപ്പെടും. നിങ്ങളെന്തായാലും വിശകലനം ചെയ്യാതെ സുധാകരൻ പറഞ്ഞാൽ കൊടുക്കലാണോ? അപ്പം നിങ്ങൾ അവരുടെ അതല്ലല്ലോ. CPM ഇവിടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ്
പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. നമുക്കറിയാമല്ലോ, CPIM വിട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ വർഗവഞ്ചകനാകും, വർഗ ശത്രുവാകും, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിണിയാളാകും, അങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് CPIM വിട്ടുകഴിഞ്ഞാൽ അയാൾക്കെതിരെ പാർട്ടി നേതൃത്വം ആരോപിക്കുക. അത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കൽ ഇപ്പോൾ സുധാകരനെതിരെയാണ് നടക്കുന്നത്. അദ്ദേഹം സാമ്രാജ്യത്വ ഏജന്റാണ്, അദ്ദേഹം വർഗവഞ്ചകനാണ്, അദ്ദേഹം തൊഴിലാളി വിരുദ്ധനാണ് തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങൾ പഴയതുപോലെ തന്നെ സുധാകരനെതിരെ ഉന്നയിക്കുന്നുണ്ട്. CPIMന്റെ പഴയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, MV രാഘവൻ മുതലുള്ളവരോടൊക്കെ ഒക്കെ തന്നെ പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ കായികമായി നേരിട്ട ഒരു ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. TP ചന്ദ്രശേഖരനെ അടക്കം പാർട്ടി കൊലപ്പെടുത്തി. അതിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ CPM അനുകൂലികളാണ്. അപ്പോൾ അതിനെയൊക്കെ പാർട്ടി തള്ളിപ്പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ കയ്യേറ്റം ചെയ്തവരൊക്കെ തന്നെ CPM നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഉത്തരവനുസരിച്ചുള്ള കയ്യേറ്റങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും സുധാകരനെ അത്തരത്തിൽ കയ്യേറ്റം ചെയ്യുമെന്നുള്ള സൂചനയാണ് R നാസർ നൽകിയിട്ടുള്ളത്. എന്തായാലും സുധാകരൻ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. CPMന്റെ പഴയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാർട്ടി വിട്ടുപോകുന്നവരെ കൈകാര്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായി നേരിട്ടുള്ള ചരിത്രമുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് R നാസറിന്റെ ഈ ഒരു ഭീഷണിയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ടതില്ല. സുധാകരൻ തന്നെയാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത്. കാരണം CPMന്റെ ചരിത്രം അതാണ്. എന്ത് തന്നെയായാലും സുധാകരനെ കൈകാര്യം ചെയ്യുമെന്ന് R നാസർ പരസ്യമായി പ്രഖ്യാപിച്ച നിലയ്ക്ക് സർക്കാർ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുക, അദ്ദേഹം തന്നെ സ്വയം മുൻകരുതലെടുക്കുക എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.